ഹായ് ഫ്രണ്ട്സ്, ഈ കൃഷിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഷനാണ് കേട്ടോ ഇത്, മൈക്രോ ഗ്രീൻസ് എന്നുള്ളത്. കണ്ടില്ലേ, ഇത് കഴിക്കുന്നതിലും എനിക്കിഷ്ടം സത്യം പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കാനാണ്. കാണാനൊക്കെ എന്ത് ഭംഗിയാണല്ലേ, കുഞ്ഞൻ ചെടികൾ. അപ്പോൾ എല്ലാവർക്കും മൈക്രോ ഗ്രീൻസ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ നീളം കുറഞ്ഞ തണ്ടും അതിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ഇലകളുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. നമുക്ക് കാണാനുള്ളൊരു ഭംഗിയാണ്, എന്നാൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നത് ആ ഇലകളിലാണ്. ഇത് പയറടക്കമുള്ളവക്ക് രണ്ടിലധികം ഇലകൾ വളർത്തിയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുളച്ചിട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ വിളവെടുക്കണം. ഈ ചീരയടക്കം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്കറിയേക്കാളും പോഷക ഗുണമുണ്ട് മൈക്രോ ഗ്രീന്. ഇത് വളർച്ച കൂടുന്നതിനനുസരിച്ച് മൈക്രോ ഗ്രീനിൻ്റെ പോഷക ഗുണം കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ വേരൊഴികെയുള്ള ഭാഗം കത്രിക കൊണ്ട് മുറിച്ചെടുക്കണം. വിറ്റാമിൻ സി, എ, കെ, ഇ എന്നിവയൊക്കെ ഉണ്ട് ഇതിൻ്റെ. കൂടാതെ ഇഷ്ടംപോലെ ധാതുക്കളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 1.5 ഇഞ്ചിൽ മാത്രം താഴെ പൊക്കമുള്ള ഈ മൈക്രോ ഗ്രീനിൽ നമ്മൾ കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. പോഷകത്തിൻ്റെ അളവാണെങ്കിൽ ഒരു പച്ചക്കറിയേക്കാൾ 4 ഇരട്ടി ഉണ്ടാവും. അപ്പോൾ മുളപ്പിച്ച വിത്തുകൾ നമ്മൾ സാധാരണ സ്പ്രൗട്ട്സ് എന്നാണ് പറയുന്നത്. ഒരു 2 ഇല വന്നു കഴിഞ്ഞാൽ അത് മൈക്രോ ഗ്രീൻസ് ആയിട്ട് മാറും. അപ്പോൾ പച്ചക്കും തിന്നാം, സാലഡ്, ഓംലെറ്റ്, കറി, തോരൻ അതൊക്കെ ഉണ്ടാക്കി തിന്നാം. അപ്പോൾ എല്ലാവരും ഈ മൈക്രോ ഗ്രീൻസ് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്